നമസ്കാരം. നോട്ടിലേക്ക് സ്വാഗതം. ഹന്നരേഡു ബേദി, കിടങ്ങാട് ബസ്തി, ഗണപതി വട്ടം, സുൽത്താൻ ബത്തേരി, ഇതെല്ലാം നമ്മുടെ സ്വന്തം സുൽത്താൻ ബത്തേരിയുടെ പേരുകളാണ്. ഇപ്പോൾ ഈ പേരുകൾ പൊതുമധ്യത്തിൽ ഉയർന്നു വരാനുള്ള കാരണം മറ്റൊന്നുമല്ല, BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം തൊടുത്തുവിട്ട വിവാദമാണ്. വയനാട്ടിൽ നിന്ന് ജയിച്ച് MP ആയാൽ സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കുമത്രേ. ബത്തേരിക്ക് മറ്റ് പല പേരുകളും ചരിത്രരേഖകളിൽ ഉണ്ടെങ്കിലും ഗണപതി വട്ടത്തിന് ചുറ്റും കെ സുരേന്ദ്രൻ കറങ്ങുന്നതിന് പിന്നിലെ വസ്തുത മറ്റൊന്നുമല്ല. ഉത്തരേന്ത്യയിൽ പരീക്ഷിച്ച് വിജയിച്ച പേര് വിഭജന രാഷ്ട്രീയത്തിന്റെ നാന്ദി കുറിക്കലാണ് ഇവിടെ നടന്നിരിക്കുന്നത്. രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ അമൃത് ഉദ്യാൻ ആയതുപോലെ, അലഹബാദ് പ്രയാഗ്രാജ് ആയതുപോലെ ഒരു സംഖ്യബുദ്ധിയാണ് കെ സുരേന്ദ്രൻ വഴി BJP ഇവിടെയും പരീക്ഷിച്ചു നോക്കുന്നത്. ചരിത്രത്തെ വളച്ചൊടിച്ച് തങ്ങൾക്ക് അനുകൂലമായ ചരിത്രമാക്കി മാറ്റാനുള്ള BJPയുടെ പദ്ധതി നടപ്പാക്കാൻ ശ്രമിക്കുകയാണ്. വരാൻ പോകുന്ന തലമുറ ടെക്സ്റ്റ് ബുക്കുകളിൽ രാഷ്ട്രപതിയുടെ ഉദ്യാനത്തെ ഇനി പഠിക്കുക മുഗൾ ഗാർഡൻ എന്നാകില്ല, അമൃത് ഉദ്യാൻ എന്നാകും. ഉത്തരേന്ത്യയിൽ വ്യാപകമായി സ്ഥലനാമങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും എല്ലാം പേരിലെ മാറ്റം സാധാരണമായി കൊണ്ടിരിക്കുന്നു. സുൽത്താൻ ബത്തേരിയുടെ പഴയ പേരുകൾ ഹൊയ്സാല ഇൻസ്ക്രിപ്റ്റിലും MGS നാരായണന്റെ എഴുത്തുകളിലുമൊക്കെ സാധാരണ നിലയിൽ അന്വേഷിച്ചാൽ പോലും ലഭ്യമാകുമെന്നിരിക്കെ ഗണപതി വട്ടം എന്ന പേരിന് ഊന്നൽ നൽകുന്നത് BJPയുടെ വർഗീയ രാഷ്ട്രീയമാണ്. വികസനത്തെക്കുറിച്ചും വന്യജീവി ആക്രമണത്തെക്കുറിച്ചും സംസാരിക്കാൻ ധൈര്യമില്ലാത്ത, അതേസമയം ഹിന്ദുത്വ കാർഡിൽ അഭിരമിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര് BJP എന്നാണ്. കഴിഞ്ഞ 10 വർഷമായി നരേന്ദ്രമോദി ഭരിക്കുന്ന രാജ്യത്തിന്റെ തൊഴിൽ മേഖല അനുദിനം ചുരുങ്ങി വരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ സുരേന്ദ്രന് കഴിയില്ല. എന്തുകൊണ്ട് കർഷകർ നിരത്തിലിറങ്ങി എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരമുണ്ടാകില്ല. ഇലക്ട്രൽ ബോണ്ട് അഴിമതിയിൽ SBI ഇനിയും വ്യക്തമാക്കാത്ത തുകയുടെ അവ്യക്തത ചോദിച്ചാൽ ഗണപതി വട്ടമെന്നും ടിപ്പു സുൽത്താൻ എന്നുമൊക്കെയാകും ഉത്തരം. കാരണം BJPക്ക് അന്നത്തെക്കുറിച്ച് പറയാൻ അറിയില്ല. വർഗീയതയും രാമനും സീതയും മനുസ്മൃതിയുമാണ് അവരുടെ എക്കാലത്തെയും ആയുധം. രാഹുൽ ഗാന്ധി ശ്രാവണ മാസത്തിൽ മാംസം ഭക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായത്തിലെ മനുഷ്യരെ വേദനിപ്പിച്ചുവെന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്ന പ്രധാനമന്ത്രി നൽകുന്ന സന്ദേശം കൃത്യമായ വർഗീയതയാണ്. BJPക്ക് എക്കാലവും ആവശ്യം ഇത്തരത്തിലുള്ള പ്രചരണ തന്ത്രങ്ങൾ മാത്രമാണ്. പക്ഷേ ഹിന്ദി ഹൃദയഭൂമിയിൽ പയറ്റുന്ന തന്ത്രം കേരളത്തിൽ പയറ്റാൻ ശ്രമിച്ചാൽ അത് നടപ്പാകാൻ പോകുന്നില്ല എന്ന് മാത്രമേ ഈ സമയം BJP സംസ്ഥാന അധ്യക്ഷനോട് പറയാനുള്ളൂ. കാരണം നിങ്ങൾ പറയുന്ന വ്യാജ പ്രചരണങ്ങളെയും വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളെയും പൊളിച്ചെടുക്കാനുള്ള അത്ര ബൗദ്ധിക നിലവാരം ആർജിച്ചവരാണ് ഈ നാട്ടിലെ ജനങ്ങൾ.